അത് മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് ഫാൻസി ഐറ്റംസ് വേണമെങ്കിൽ ഇത്തട കയ്യിൽ ഷോപ്പിലുണ്ട് കേട്ടോ. അതെല്ലാം കഴിഞ്ഞാണ്ട് ഇതെല്ലാം നോക്കിയിരിക്കുക കേട്ടോ. ഇതെല്ലാം എടുത്ത് ഞാൻ പിന്നെ നാണ്ട വേറെ കുർത്തി എടുത്ത് ഞാനിങ്ങനെ നോക്കുകയൊക്കെയായിരുന്നു. ഇത് അടിപൊളി കേട്ടോ. ഇത് നമ്മൾ വീഡിയോ കാണുന്നതിൽ ഒന്നും കൂടെ എനിക്കൊന്ന് ഭംഗിയുണ്ട് നേരിട്ട്. ഇത് സൂപ്പറായിട്ടുണ്ട്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് അങ്ങനെ ആരും ഇട്ട് കാണാത്തൊരു തരം മെറ്റീരിയൽ എന്നല്ല, ഒരു കുർത്തിയാണ് കേട്ടോ. എനിക്കത് ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന കോട്ടൺ സാരികൾ, നമുക്ക് ഓഫീസിലോട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ അടിപൊളി കോട്ടൺ സാരികളുണ്ട്. പിന്നെ സിൽക്ക് മോഡലുണ്ട്, ബനാറസി സാരികളുണ്ട്, അങ്ങനെ പല മോഡൽ സാരികളും ഉണ്ട് കേട്ടോ. എനിക്ക് ഈ സാരിയെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തരാൻ അറിയത്തില്ല, പക്ഷെ കണ്ട അടിപൊളി കേട്ടോ. അടിപൊളി സാരികൾ നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയ ആ ബനാറസി സാരിയൊക്കെ നോക്ക്, എന്ത് സൂപ്പർ അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് പല ഫങ്ഷൻസൊക്കെ വരുമ്പോൾ വെയർ ചെയ്യാൻ പറ്റിയ സൂപ്പർ സാരി കേട്ടോ. അമ്മയാണെങ്കിൽ അതിനകത്ത് ഏത് സാരി എടുക്കണം എന്നുള്ള കൺഫ്യൂഷനിൽ ഇങ്ങനെ ഇരിക്കുക. അമ്മയ്ക്കാണെങ്കിൽ എല്ലാ സാരിയും ഇഷ്ടപ്പെട്ട്. അപ്പോൾ എൻ്റെ അടുത്തും ചോദിക്കുക, നീ ഏത് സാരി എടുക്കണം, ഏത് സാരി? ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടെ എടുക്കാം. എന്നിട്ട് അത് കണ്ടോ, ഷോള് കണ്ടോ? അത് അല്ല സോറി കേട്ടോ, ഇത് ഷോളല്ല, സാരി. നമ്മുടെ ധാവണി മോഡൽ വരുന്ന ഒരു സൈസ് ഷിഫോൺ ഷോളില്ലേ, അതേ തരം തന്നെ സാരി കേട്ടോ. നല്ല ഈ സിൽക്ക് മോഡൽ സാരി, ഇത് അടിപൊളി. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ ഈ സാരി. ഇത് ഞാൻ എന്നുള്ള ഇതിൽ തന്നെ ഇരുന്ന് ചെയ്ത് കേട്ടോ. അത് കഴിഞ്ഞാണ്ട് വേറെ പലതരം മോഡൽസ് ഉണ്ട്. എനിക്ക് ആ ബ്ലാക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇപ്പോഴത്തെ നമ്മുടെ ട്രെൻഡി ഒരു സാരി കേട്ടോ. പിന്നെ കോട്ടൺ സാരികൾ നമുക്ക് ഓഫീസിലോട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ കുറേ കോട്ടൺ സാരികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ജോലിക്കാർക്കൊക്കെ ആണെങ്കിൽ അടിപൊളി കേട്ടോ. ഇതിട്ട് ഡെയിലി യൂസിനൊക്കെ നല്ലതായിരിക്കും ഈ സാരിയൊക്കെ. ഇത് പിന്നെ ഫങ്ഷൻസൊക്കെ വരുമ്പോഴും ഒക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയ തരം സാരീസ് കേട്ടോ. അങ്ങനെ എല്ലാം അമ്മയാണെങ്കിൽ കുറേ എടുത്ത് വെച്ച് നോക്കുക കേട്ടോ. സാരി ഏത് വേണം എന്നുള്ള കൺഫ്യൂഷനാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതെല്ലാം കണ്ടിട്ട് എനിക്കും കൺഫ്യൂഷനായി. ഇതിനകത്ത് ഏത് എടുക്കണോ എന്നുള്ള ഒരു ഇതായി കേട്ടോ. അപ്പോൾ അമ്മ എടുക്കുകയാണെങ്കിലും എനിക്കും എടുക്കാമല്ലോ. അങ്ങനെ വെച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ നോക്കുമായിരുന്നു ഏത് എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇങ്ങനെ ഇരുന്നേത്. അത് കഴിഞ്ഞപ്പം വേറൊരു ചേച്ചി വന്ന് വൈറ്റ് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു, വൈറ്റ് ടോപ്പ്. അപ്പോൾ അത് കണ്ടപ്പോൾ എൻ്റെ കണ്ണിലും ഇങ്ങനെ ഉളുക്കി. അത് കൊള്ളാലോ എന്നുള്ളൊരു രീതിയായി കേട്ടോ. അതിപ്പം വരും കേട്ടോ. അപ്പോഴും ഞാനിങ്ങനെ നോക്കുമായിരുന്നു, ഇത് കൊള്ളാലോ സംഭവം, അടിപൊളിയായിട്ടുണ്ട്, അല്ലേ ഈ ചേച്ചിക്ക് അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ ഞാനും ഇങ്ങനെ വെച്ച് നോക്കി കേട്ടോ. പക്ഷെ കൊള്ളായിരുന്നു കേട്ടോ, സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഈ വൈറ്റ് അല്ലെങ്കിലും നമുക്ക് പെൺപിള്ളേർക്ക് ഈ വൈറ്റ് ഒരു ഇതാണല്ലോ. അങ്ങനെ ഇതാണ് അമ്മയ്ക്കെടുത്ത ചുരിദാർ കേട്ടോ. നമുക്ക് അമ്മമാർക്ക് പറ്റിയ ചുരിദാറൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് ഗേൾസിനൊക്കെ ഇടാനൊക്കെ പറ്റിയ കുർത്തി കേട്ടോ. ഗേൾസിനായാലും അമ്മമാർക്കായാലും വെയർ ചെയ്യാം. ഇത് വേണ്ട, അമ്മമാർക്കും ഇടാം കേട്ടോ. അമ്മമാർക്കൊക്കെ പറ്റിയ